ഇപ്പോൾ സോളാർ ഇൻസ്റ്റലേഷന് കൂടുതൽ ഡിമാൻഡുള്ള ഒരു കാലഘട്ടമാണ്. കൂടാതെ സോളാർ സ്കാംസും കൂടി വരുന്നുണ്ട്. അതിനാൽ ശരിയായ ഒരു സോളാർ വെണ്ടർ എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് പരിശോധിക്കാം. ഒന്നാമതായി, അംഗീകൃത വെണ്ടറാണോ എന്ന് പരിശോധിക്കാനായി കേന്ദ്ര ഗവൺമെന്റ് MNRE ലിസ്റ്റിലോ KICBയുടെ അംഗീകൃത വെണ്ടർമാരുടെ ലിസ്റ്റിലോ പരിശോധിക്കുക. കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ്ഡ് ലിസ്റ്റിലുള്ള വെണ്ടർമാർക്ക് മാത്രമേ സബ്സിഡി വർക്കുകൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ടാമതായി, കമ്പനിയുടെ സോളാർ ഫീൽഡിലെ എക്സ്പീരിയൻസ് എത്രയെന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡും പരിശോധിക്കണം. കൂടാതെ കമ്പനിയെക്കുറിച്ചുള്ള റിവ്യൂസ് മാർക്കറ്റിൽ അന്വേഷിച്ചറിയണം. മൂന്നാമതായി, വാറണ്ടി ടേംസ് ഉറപ്പുവരുത്തുക. സാധാരണയായി സോളാർ പാനൽസിന് 30 വർഷത്തെ പെർഫോമൻസ് വാറണ്ടിയും ഇൻവെർട്ടേഴ്സിന് 7 മുതൽ 10 വർഷം വരെയുള്ള വാറണ്ടിയാണ് നൽകുന്നത്. മറ്റ് കമ്പോണൻസിന്റെ വാറണ്ടി ടേംസും പരിശോധിച്ചറിയണം. നാലാമതായി, ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, കമ്പോണൻസ് ക്വാളിറ്റി. സോളാർ പാനലിന്റെയും ഇൻവെർട്ടറിന്റെയും മറ്റ് കമ്പോണൻസിന്റെയും ഏത് ബ്രാൻഡ് ആണെന്നുള്ളത് വിശദമായി ചോദിച്ചറിയുക. സോളാർ മോഡ്യൂൾസ് തിരഞ്ഞെടുക്കുമ്പോൾ ടയർ 1 ലിസ്റ്റിലുള്ള സോളാർ പാനൽസ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി സോളാർ സ്ട്രക്ചറിനെ സംബന്ധിച്ച് സോളാർ പാനലുകളുടെ ഭാരം താങ്ങാൻ കെൽപ്പുള്ളതാണോ ഈ സ്ട്രക്ചർ എന്ന് കൃത്യമായി പരിശോധിക്കണം. കൂടാതെ തീരദേശങ്ങളിലാണെങ്കിൽ GI തന്നെ ഉപയോഗിച്ച് സ്ട്രക്ചർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായി, ആഫ്റ്റർ സെയിൽ സർവീസ്. സോളാർ ഇൻസ്റ്റലേഷൻ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഫ്റ്റർ സെയിൽ സർവീസ് കൃത്യമായി നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനായി നമ്മുടെ അടുത്ത പ്രദേശത്തോ അടുത്ത ജില്ലയിലോ സർവീസ് സെന്റർ ഉള്ള കമ്പനിയാണോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക. ശരിയായ ഒരു സോളാർ വെണ്ടറെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. റൈസൺ സോളാർ, പവർ ദ ഫ്യൂച്ചർ.